ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ട്ടോ ഇത്. ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഇന്നലെ ഫുള്ള് കറക്കമായിരുന്നു. ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം ഇക്ക ലീവ് എടുക്കണത് ഇന്നലെ കേട്ടോ. കിട്ടിയ അവസരം മാക്സിമം മുതലാക്കണം എന്ന് ഓർത്താട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോഴത്തേക്കെന്നാൽ രാവിലെ ഉമ്മച്ചി പോകാമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അന്ന് ഉമ്മച്ചിനെ ഞങ്ങൾ കൊണ്ടുവിട്ടേക്കാണെന്നും പറഞ്ഞ് ഉമ്മച്ചിനെയും വണ്ടി കയറ്റി. അതുപോലെ തന്നെ സയാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ പനി തുടങ്ങി. എന്നാൽ പിന്നെ സയാനെ ഇന്ന് വിടണ്ടാന്ന് ഓർത്തു. ഞങ്ങൾ ഒരുങ്ങിക്കെട്ടിയെല്ലാം വന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 12 മണിയായി കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സയാൻകുട്ടനക്കാണെങ്കിൽ അവിടെ നിൽക്കണമെന്നും പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് കളിക്കണ ഫാനൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനൊന്ന് സമാധാനിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് വണ്ടിയുടെ ഓയിൽ മാറ്റാനാട്ടോ. ഞാൻ ഓയിൽ കിട്ടുന്ന ഒരു സ്ഥലം മൂവാറ്റുപുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എന്തായാലും ഇന്ന് നടന്നിട്ടില്ല. 2 മണിക്കൂറിനടുത്ത് അവിടെ സമയം ചിലവഴിക്കേണ്ടി വന്നു. കുറേ നേരം അവിടെ ഇരുന്ന് കൂട്ടുകാരികളെയും വിളിച്ച് കത്തിയടിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറേ നേരം ഇൻസ്റ്റയിൽ റീലും കണ്ടുകൊണ്ടിരുന്നു. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്നാ ചെയ്യാൻ? ഗ്രാൻഡ് കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തായിരുന്നു. അതെന്തായാലും നടന്നില്ല. രാവിലെ ഒരു ഗ്ലാസ് കോഫി കുടിച്ചിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ. രാവിലെ തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. പിന്നെ 2 മണി കഴിഞ്ഞ് തൊടുപുഴ വന്ന് കൈഫാനിൽ കയറി മന്തിയും മേടിച്ചു. സേയാങ്കോട്ടൻ പറഞ്ഞ ഫാനും 3-4 കടയിൽ കൂടെ കയറി തപ്പി പിടിച്ചെടുത്ത് മേടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അവൻ സ്വൈര്യം തരില്ല കേട്ടോ. മന്തി പാഴ്സൽ മേടിച്ചാട്ടോ കൊണ്ടുവന്ന് കഴിച്ചേ. ഞാൻ ഡ്രസ്സ് മാറാനൊന്നും പോയില്ല. ഇനിയും അടുത്ത സ്ഥലത്ത് മായിമാരെ കാണാനൊക്കെ പോകാമെന്ന് പറഞ്ഞിക്കാ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പിന്നെയും ഡ്രസ്സ് പോകാൻ സമയമില്ലല്ലോ എന്ന് ഓർത്തു. പിന്നെ അങ്ങനെ ഒരു വൈകുന്നേരം ആറായപ്പോഴാട്ടോ ഞങ്ങൾ മായിമാരെയൊക്കെ കാണാൻ പോയത്. വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്കൂൾ വിട്ട സമയമായി. മഴയാണ്, അന്യായം മഴയും തുടങ്ങി. പിന്നെ സനമോളെ കൂട്ടുകാരുടെ വീട്ടിൽ നിർത്തിയേക്കാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് വീട്ടിൽ വന്ന് ചായയും കുടിച്ച് സനമോളെയും വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.